എല്ലാ മച്ചന്മാർക്കും നോണീസ് വേൾഡിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. 15ാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു, മറന്നുപോയി. അപ്പോൾ ഇത്ര നാൾ വീഡിയോ ഇല്ലാണ്ടിരുന്നതിൻ്റെ കാരണം ഞാൻ പരീക്ഷയൊക്കെ അല്ലായിരുന്നു ഗൈസ്. അപ്പോൾ പഠിക്കാൻ കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആയിരുന്നു. പിന്നെ കുറേ നേരം ഗ്രൈൻഡ് ചെയ്ത് ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ കുറേ പശുവിനൊക്കെ ബ്രീഡ് ചെയ്തു. പശുവിനെ ബ്രീഡ് ചെയ്യാൻ വീട്ടിന് വേണ്ടി ഞാൻ അവിടെ ഒരു ഫാം ഉണ്ടാക്കി. പിന്നെ അവിടെ ഷുഗർ കെയിൻ്റെ ഫാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് ഒരെണ്ണമല്ല ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 2 ആക്കി. അപ്പോൾ അതിൽ ഷുഗർ കെയിൻ വേഗം കിട്ടുന്നുണ്ടായിരുന്നു, പശുവിനെ കൊല്ലാനായിരുന്നു പാട്. അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വരുമ്പോഴല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഇതുണ്ടാക്കാനുള്ളത്. പിന്നെ ഒരു റീക്കാപ്പ് തരാം ഗൈസ്. മറ്റേ നമ്മൾ എൻ്റെ പേര് എന്തിട്ടായിരുന്നു, മറന്നില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല, എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാൻ പോകുമായിരുന്നു. നമ്മുടെ ഫസ്റ്റത്തെ പ്ലാൻ മറ്റേ വില്ലേജർ ട്രേഡിങ് ആൾ ഉണ്ടാക്കാനായിരുന്നു. പിന്നെ നമ്മളത് മാറ്റി മറ്റേ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു, നമ്മുടെ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഗ്രൈൻഡിങ്ങിലായിരുന്നു. അപ്പോൾ അത് മുഴുവനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ച് അങ്ങനെ ഞാൻ കൊന്ന പശുവിൻ്റെ ഒക്കെ ബീഫാണ് കഴിച്ച് വിട്ടിരിക്കുന്നത്. എത്ര അധികം ഉണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമുക്ക് ഒരു മിനിറ്റ്, ഇതിൻ്റെ അകത്തൊരു അയ്യൻ്റെ പീസ് കാണും. ഇത് നമുക്കൊരു സോംബീനെ വന്നപ്പോൾ കിട്ടിയതാണ് ഗൈസ്. നമ്മുടെ ഒരു ഷീൽഡ് ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ നമുക്കിത് വെച്ച് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം അങ്ങനെ അത് വെച്ചൊരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എൻചാൻറ്റിങ് ടേബിൾ സെറ്റ് ചെയ്യലാണ്. അപ്പം അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണല്ലോ, ഒരു 4 ഒബ്സിഡിയൻ എങ്ങാണ്ട് വേണം. 3 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ, ഒരെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. ബാക്കി 3 എണ്ണം പൊട്ടിക്കാൻ നമുക്ക് 3 ഇത് എടുക്കാം. 3 തന്നെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഒബ്സിഡിയൻ ഉണ്ടാക്കാം. ഒബ്സിഡിയൻ എടുത്തോണ്ടില്ല. ഒരു ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടായിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ ഡയമണ്ട് പിക്കാക്സിന് തൊട്ട് ഫോർച്യൂൺ 3 കിട്ടാനാണ് കഴിച്ച് ഇത്ര നാൾ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ നെതർ പോർട്ടൽ ഉണ്ടാക്കിയപ്പോൾ 3 ഇതുണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിൽ ലാവില്ലെന്ന് വിശ്വസിക്കുന്നു. മാഗ്മയല്ലേ, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് 3 പൊട്ടിച്ചെടുത്ത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഇതുകൂടി അവിടെ വയ്ക്കുമ്പോൾ നമ്മളത് പൊട്ടിച്ചെടുത്തിട്ട് മുഴുവനും ശരിക്കണം. ഞാൻ 3 ഒബ്സിഡിയനും കൂടി എടുത്തിട്ടുണ്ട്. നൈറ്റ് അവറായി, പോയി കിടന്നുറങ്ങാം. ഞാൻ ഗെയിമിൻ്റെ സൗണ്ട് ഇത്തിരി കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കേൾക്കുന്നതാണ് ഇഷ്ടം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്ര നാൾ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അധികം. 1.17K ആയിട്ടുള്ളൂ. നമുക്കിനി അതൊരു 3K അല്ലെ 2Kയിലാക്കണം. ഇതും കൂടി എടുക്കുക. പിന്നെ ഒരു ബുക്ക്, പിന്നെ 2 ഡയമണ്ടും കൂടി വേണം. അപ്പം നമുക്കതും കൂടി എടുക്കാം. 2 ഡയമണ്ട് എടുക്കുന്നുണ്ട്, ബാക്കി ഒരു ഡയമണ്ട് അല്ല എൻ്റെ പൈസ. അപ്പം നമ്മളൊരു എൻചാൻറ്റിങ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേണം, അതിന് 45 ബുക്ക് വേണം. അതിന് വേണ്ടി നമുക്ക് ഇതൊക്കെ എടുക്കാം. ഇതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. ഇത് നമുക്ക് 45 ബുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് 45 എണ്ണം. ഈ ബാക്കി ലെതർ ഇതിൻ്റെ അകത്ത് കയറ്റിക്കുക.
ഓക്കെ, അങ്ങനെ 45 ബുക്കായതിൻ്റെ ഇനി ബുക്ക് ഷെൽഫാക്കണം. ബുക്ക് ഷെൽഫാക്കാൻ വുഡ് മതിയെന്ന് തോന്നുന്നു. കുറേ പ്ലാങ്ക്സ് എടുത്തിട്ട് ഇപ്പോൾ 9 എണ്ണമായി. ഇനി വുഡ് വേണം. വുഡ് ഇതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നുന്നു. ഭാഗ്യം മുമ്പ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അത് കിട്ടി. അല്ലെങ്കിൽ അതിന് വേണ്ടി പിന്നെയും ഗ്രൈൻഡ് ചെയ്യാൻ പോയി. അല്ല എന്തുട്ട് ഇതൊക്കെ തുറക്കണം. ബാക്കി എടുക്കുക. 6 കൂടി ഒന്ന് കറക്റ്റ് 15 എണ്ണം ഉണ്ടാക്കിയിട്ട് ഇനി നമ്മുടെ ലാപ്പിസ് ലസൂലി എടുക്കുക. ഇത്ര ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. ഞാനിവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെയാണ്. നമ്മുടെ ഈ സ്ഥലമല്ലേ, നമ്മുടെ മോബ് ഫാമിൻ്റെ മുകളിലാണ്. കാരണം മോബ് ഫാമിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ XP കൊടുക്കുക, അവിടെ നിന്ന് തന്നെ ഇത് കൊടുക്കുക. ഇപ്പോൾ 7 XP ഉള്ളൂ. 30 XP വേണം ടോട്ടൽ. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഗെയിം മോഡ് ഞാൻ ഹാർഡിലിട്ടുണ്ട്, കാരണം XP വേഗം കിട്ടാൻ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കയറി വന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലോക്സ് ഒക്കെ എടുത്ത് ഇവിടെ വയ്ക്കാം. അപ്പോൾ ഞാനൊരു പ്ലാറ്റ്ഫോം ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കുഞ്ഞൊരു പ്ലാറ്റ്ഫോം റെഡി ആക്കിയിട്ട് ഇവിടെ മോബ്സ് കുറേ ആയി ഗൈസ്. ഹാർഡിലിട്ടുകൊണ്ടാണ്. നമുക്ക് ഇവിടെ എല്ലാത്തിനും ഒന്ന് കൊല്ലാം. വിച്ചൊക്കെ വരുന്നുണ്ട് ഗൈസ്. കുറേ ഗൺ പൗഡറൊക്കെ കിട്ടുന്നുണ്ട്. സ്പൈഡറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇടത്തൊന്ന് തുള്ളിച്ചാർന്ന്. ഓക്കെ, അത്ര മതി. ഇനി ബാക്കി വരട്ടെ. അപ്പോഴേക്കും നമുക്കിത് വയ്ക്കുക. ഫസ്റ്റ് നമുക്ക് ഇതിവിടെ വയ്ക്കുക. ഇവിടെ 2 ബ്ലോക്ക് ഇതിവിടെ ഇങ്ങനെ 1 2 1 2 3 4 2 2 4 ഒക്കെ. അപ്പോൾ ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഇനി ഒരു 30 XP ആക്കണം ഗൈസ്. നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് ഗൈസ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എഫിഷ്യൻസി 3 കാണിക്കുന്നുണ്ട്. ഇങ്ങനെ എഫിഷ്യൻസി 3 കാണിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഇത് വെച്ചുകൊടുത്താൽ എഫിഷ്യൻസി 3 കിട്ടില്ല. അപ്പോൾ നമുക്ക് അൺബ്രേക്കിംഗ് 1 മാത്രമേ കിട്ടുള്ളൂ, കാരണം ലെവൽ 30 വരെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ലെവലൊന്ന് 30 വരെ ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമുക്കൊരു സോംബിയുടെ ഒരു അൺബ്രേക്കിംഗ് 3 ഉള്ള ഒരു അയൺ ഷവൽ കിട്ടി ഗൈസ്. 14 ലെവലായിട്ടുള്ള. ബാക്കി ഞാൻ ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഓർത്ത് ഒരു ഗ്രൈൻഡ് സ്റ്റോൺ കൊണ്ടുവയ്ക്കുക. അതാവശ്യം വരും. ഞാൻ ഗ്രൈൻഡ് സ്റ്റോൺ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കതെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇങ്ങനെ വേണ്ടാത്ത എൻചാൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിവിടെ വെച്ചാൽ നമുക്ക് സാധാക്കി തരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ബാക്കിയൊന്നും ആക്കട്ടെ. 14ൻ്റെ അറ്റത്തെത്തിൻ്റെ പകുതിയാക്കാൻ പറ്റും. ഇപ്പോൾ നോക്കട്ടെ. ഇപ്പോൾ 15 ബാക്കി ഞാൻ ഒപ്പിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇനി ഇവരെയും കൂടി കൊണ്ടുവരുമ്പോൾ അങ്ങനെ 30 ലെവലായി. അച്ചീവ്മെൻറ്റ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്.
മിനിറ്റ് ഞാൻ ഗെയിം സൗണ്ട് ഒന്ന് കുറച്ചിരട്ടെ. ഓക്കെ കുറച്ചേരം കൂടി ഞാൻ പോയി വന്നപ്പോൾ കുറേ ഇവരൊക്കെ ഒന്ന് സെറ്റാക്കാം. അത് ജസ്റ്റ് നടന്നു ഗൈസ്. കുറേ ലൂട്ടൊക്കെ ഉണ്ടായി. കുറേ നേരം പിടിച്ചു. അത് കുഴപ്പമില്ല. 30 ലെവലായി എന്തായാലും. ഇത് കണ്ടതൊക്കെ നിറഞ്ഞു. ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലെതറിൻ്റെ ഫുൾ ആർമറൊക്കെ പോയി. പിന്നെ ഇതൊക്കെ കണ്ട ഇത് സ്മൈറ്റ് 2 നോക്ക്ബാക്ക് അത് കിട്ടി. പിന്നെ അൺബ്രേക്കിംഗ് 3 ഉള്ള ഒരു ശവലും കിട്ടി. അപ്പം ഇനി പറഞ്ഞ നേരം വൈകിപ്പിക്കുന്നില്ല. അതിനുള്ളൊരു പീസ് കൊണ്ടിരിക്കും. ഓക്കെ, ഇത്രയൊക്കെ മതി. ഇനി ബാക്കി വരട്ടെ. പിന്നെ നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. ഇപ്പോൾ വയ്ക്കുമ്പോൾ നമുക്ക് എഫിഷ്യൻസി 3 ആണ് കാണിക്കുന്നത്. ഇനി ഞാൻ വയ്ക്കുമ്പോൾ എഫിഷ്യൻസി 3 ആണ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വെച്ച് നോക്കുമ്പോൾ എഫിഷ്യൻസി 3 ആണ് കാണിക്കുന്നത്. അത് നമുക്ക് വേണ്ട. അപ്പോൾ എടുക്കാം. വയ്ക്കുമ്പോൾ 3 ലെവൽ എത്ര പോയി. എഫിഷ്യൻസി 3 വലിയ കാര്യമില്ല. അതുകൊണ്ട് എഫിഷ്യൻസി 3 നമുക്ക് ഡിസെൻജാൻഡ് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇനി പിന്നെ ഒരു 30 ലെവലാക്കണം. അതിനകത്ത് അൺബ്രേക്കിംഗ് 3 ആണ് കാണിക്കുന്നത്. നമുക്ക് ഒന്നും കൂടി ഒന്ന് 30 ലെവലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതെ, അപ്പോൾ പിന്നെ 30 ലെവലാക്കിയിട്ട് ഇനി വെച്ച് നോക്കുമ്പോൾ അൺബ്രേക്കിംഗ് 3 ആണ് കാണിക്കുന്നത്. അൺബ്രേക്കിംഗ് 3 ഫോർച്യൂൺ 2 എഫിഷ്യൻസി 3 കിട്ടി. പക്ഷെ അത് ഫോർച്യൂൺ 3 മതിയായിരുന്നു. പക്ഷേ ജസ്റ്റിന് പോയി. പിന്നെ ഒന്നൊരു ഫോർച്യൂൺ 3 അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ 30 ആക്കിയിട്ട് പിന്നെ നോക്കുമ്പോൾ പിന്നെ അൺബ്രേക്കിംഗ് 3 ആണ് കാണിക്കുന്നത്. ഫോർച്യൂൺ 3 കിട്ടിയാൽ മതിയായിരുന്നു. ഭാഗ്യം ഗൈസ്. നല്ലതാണ് ഗൈസ്. ഫോർച്യൂൺ 3ൻ്റെ അൺബ്രേക്കിംഗ് 3ൻ്റെ എഫിഷ്യൻസി 4 ഉണ്ട്. നല്ല വികാസ് ഗൈസ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടി എന്തായാലും നടന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ബൈ ഗൈസ്.